നമ്മളെ ചെറുക്കനെ സെയിൽ ചെയ്തതിനു ശേഷം ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ടാറ്റയുടെ ഹരിയർ എന്ന വാഹനമാണ്. നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു അലൈൻമെൻറ്റ് ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു, അലൈൻമെൻറ്റ് ചെക്കിങ്ങിന് വന്നായിരുന്നു. ഏകദേശം നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മളെ ചെറുക്കനെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ലെജൻഡർ സെയിൽ ചെയ്തത്. അപ്പോൾ അതിന് ശേഷം ആ ഒരു ലെവലിൽ നമുക്ക് ആ ഒരു കംഫർട്ട് കിട്ടുന്നൊരു വാഹനം ഏതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോക്കിലുണ്ടായിരുന്ന വാഹനമാണ് ടാറ്റ ഹരിയർ. 21 മോഡൽ നിൽക്കുന്ന വാഹനം, ഡീസൽ മാനുവൽ ഗിയർ ബോക്സിൽ നിന്ന് വാഹനമാണ്. അപ്പോൾ ഏകദേശം ഒരാഴ്ച കൊണ്ട് ഏകദേശം ഒരു 2000 കിലോമീറ്റർ ഞാൻ റൺ ചെയ്തു വാഹനം. അപ്പോൾ 2000 കിലോമീറ്റർ ഓടിയ സമയത്ത് എനിക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു ചേഞ്ച് ഫീൽ ചെയ്ത് തുടങ്ങി. അങ്ങനെ ഫുൾ കട്ട ടയർ എടുക്കുന്നത്, ഫ്രണ്ട് രണ്ടും ഫുൾ കട്ട ടയേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ഫുൾ ത്രെഡുള്ള ടയർ ആയതുകൊണ്ട് അലൈൻമെൻറ്റ് ചെയ്തില്ലെങ്കിൽ ടയർ സൈഡ് ചെത്തിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ആ ലെജൻഡർ സെയിൽ ചെയ്തതിന് ശേഷം ഒരു ചെറിയ ഡീഗ്രോത്ത് ആണെങ്കിൽ പോലും പക്ഷേ എനിക്ക് ഒരു ഒട്ടും കംഫർട്ടിന് ഒരു കുറവില്ലാത്തൊരു വാഹനമാണ് എനിക്ക് ഫീൽ ചെയ്തത് ടാറ്റ ഹരിയർ. ലോങ് ഡ്രൈവിന് ഏറ്റവും ബെസ്റ്റ്. സസ്പെൻഷൻ നോക്കുകയാണെങ്കിലും നമ്മുടെ ലെജൻഡറിൽ കിട്ടിയിരുന്ന അതേ ഫീൽ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ എനിക്ക് കിട്ടുന്നു. കാരണം ഗട്ടറും കുന്നന്മാരൊക്കെ ഏതും എടുത്തിട്ട് പോകാൻ പ്രാപ്തിയുള്ള വാഹനം. ഞാൻ ലെജൻഡറിൻ്റെ മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്ന വാഹനമായത് ടാറ്റ ഹരിയർ കൊടുത്തതിന് ശേഷമാണ്, അത് ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമായിരുന്നു, അത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ലെജൻഡറിലേക്ക് കയറിയത്. അപ്പോൾ വീണ്ടും ഹരിയറിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ആ സെയിം കംഫർട്ട് തന്നെ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. 21 മോഡൽ നിൽക്കുന്ന ടാറ്റ ഹരിയർ XT എന്ന വേരിൽ നിൽക്കുന്ന വാഹനമാണ്, സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം. 47,000 കിലോമീറ്റർ, 47 കിലോമീറ്റർ ഓടിയിരുന്നു. ഇപ്പോൾ 2000 കിലോമീറ്ററോളം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് വാഹനം റൺ ചെയ്തു. അപ്പോൾ ഈ ഒരു വാഹനം നമ്മുടെ സെയിലിനുള്ള വാഹനമാണ്. സെയിൽ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ അടുത്തൊരു വാഹനം, പുതിയൊരു വാഹനം നമ്മുടെ അടുത്ത് നിന്ന് വരുന്നുണ്ട്. ഒരു ന്യൂ കാർ നമ്മൾ ഓൾറെഡി ഏകദേശം ഞാൻ സെറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ഫൈനൽ ലെവലിലേക്ക് എത്തുന്നു. ഏതാണെന്നുള്ള വാഹനം ഏതാണെന്നുള്ളതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വാഹനം നമ്മുടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുള്ള, അതായത് ഡീസൽ മാനുവൽ ഗിയർ ബോക്സിൽ നിൽക്കുന്ന ടാറ്റ ഹരിയർ വാഹനം, സിംഗിൾ ഓണർഷിപ്പിൽ സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ പോയിട്ടുള്ള ഈ ഒരു വാഹനം ആർക്കെങ്കിലുമൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. സസ്പെൻഷൻ ബേസ് ഓക്കെയാണ്. ഞാനിപ്പോൾ ഈ ഒരു കുറഞ്ഞ ദിവസം ഒരാഴ്ച യൂസ് ചെയ്തതിൽ 2000 കിലോമീറ്റർ ഓടിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്കൊരു പോരായ്മ തോന്നിയിട്ട്, പോരായ്മല്ല, കാരണം ലെജൻഡറിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് 8.5 റേഞ്ചിലൊക്കെ ആയിരുന്നു മൈലേജ് കിട്ടുന്നത്. ആ സ്ഥാനത്ത് ഈ ഒരു വാഹനം ഒരു 13-14 റേഞ്ചിലേക്ക് മൈലേജ് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിച്ചു. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കംഫർട്ടും കാര്യങ്ങളെല്ലാം ലെജൻഡറിൻ്റെ ആ ഒരു അത്രത്തില്ലെങ്കിൽ ഒരു 90% ഞാൻ ഓക്കെയാണ് ഈ വാഹനത്തിനകത്ത്. പിന്നെ ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ ബേസിക്കലി അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ XT എന്നുള്ള വേരിയൻ്റാണെങ്കിൽ പോലും ഇതിനകത്ത് വരുന്നുണ്ട്. എനിവേ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ല, അതായത് വാഹനത്തിൽ നിന്ന് ഇതിലേക്ക് മാറി എന്നുള്ളൊരു ഫീല് എനിക്ക് വ്യത്യാസം പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ആരൊക്കെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ആ പോർച്ചിലങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിനൊരു വേറൊരു ലെവലിന് നമ്മുടെ പഴയ കാലത്ത് വീടിന് മുമ്പിൽ ആന നിൽക്കുന്ന ഒരു ഫീലായിരുന്നു ലെജൻഡർ ഉണ്ടായിരുന്ന സമയത്ത്. ആ ഒരു ഫീലൊന്നും ഇത് വെക്കുമ്പോൾ കിട്ടുന്നില്ല എന്നൊരു പോരായ്മയുണ്ട്. ഒരുപാട് പേർക്ക് എനിക്ക് അത് സെയിൽ ചെയ്തതിനു ശേഷം പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന വാഹനം എടുക്കുക, ഈ വാഹനം എടുക്കുക, ഇനി അടുത്ത വാഹനം ഇന്നതാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാ വിലയേറിയ അഭിപ്രായങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട്. എനിവേ ഏതായിരിക്കും നമ്മുടെ പുതിയ വാഹനം എന്നുള്ളത് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഒരു ഗ്രോത്തിൽ നിന്ന് നമ്മളൊരു ഡീഗ്രോത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ, മീൻസ് നമ്മളൊരു ലെജൻഡറിൽ നിന്നൊരു താഴെയുള്ളൊരു വാഹനമാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ചെറിയ പോരായ്മകൾ പല രീതിയിലുള്ള ഗോസിപ്പുകളും കമൻസുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്തൊരു വാഹനം നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും, ഏതായിരിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഈ ഒരു ഹാരിയർ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യണം. നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്, ബന്ധപ്പെടാം. കാരണം 2000 കിലോമീറ്റർ എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹനം പക്കയാണ്. നല്ല കംഫോർട്ട് കൂടി ഒരു വാഹനം യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ടാറ്റ ഹരിയർ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.